ഗുണങ്ങൾ ഇതൊക്കെ ജാഥയിൽ ഓരോ ജാഥാക്കളും ജാഥാ ക്യാമ്പിലും ഒക്കെ ഇതിനോട് വിശദീകരിക്കുന്നുണ്ട്. ശരി, കുട്ടനാട് വിവരങ്ങൾ നമുക്ക് നൽകിയവരും വികസന മുന്നേറ്റ ജാഥകൾ ആവേശകരമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എല്ലാ സ്വീകരണ കണ്ടോ ഫെബ്രുവരി 4 വലിയ തോതിൽ ഇവിടെ ഉണ്ട്. ഫെബ്രുവരി 4 കണ്ടോ, ഫെബ്രുവരി 4 ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മറ്റു യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. 7:56 AM. ഞാനും എൻ്റെ അമ്മയുമാണ് ഇവിടെ, വേറെ ആരും ഇവിടെ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ സഹദേവ മന്ദിരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്, വേറെ എങ്ങുമല്ല. സഹദേവ മന്ദിരം. ഓക്കെ, ഞങ്ങളുടെ വീട്ടിൽ സഹദേവ മന്ദിരത്തിലാണിത്, വേറെ എങ്ങുമല്ല. ഓക്കെ, കണ്ടല്ലോ. SNDP ബിൽഡിംഗ് ഇവിടെയാണ്. 323 SNDP ബിൽഡിംഗ് ഇവിടെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ഇങ്ങനെ പല പല രീതിയിലുള്ള കഥകളുണ്ടാക്കുക, സംബന്ധ കഥകളുണ്ടാക്കലാണ് ഇവരുടെ ജോലി. ഇങ്ങനെ ആരോണ്ട് വരുന്നു, നമ്മുടെ വീടിൻ്റെ മുന്നിലിട്ട് ഇങ്ങനെ യൂ ടേൺ എടുത്ത് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഈ ഗേറ്റിൻ്റെ അവിടോട്ട് കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ട് പോവുക എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവരുടെ കൂടെ കയറിപ്പോയി എന്നൊക്കെയുള്ളതാണ് കഥകൾ. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടാക്കാൻ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് തിരിക്കുക. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേന് ശ്രീലതയ്ക്ക് ഭയങ്കര രോഗം. പ്രധാനമന്ത്രി ശ്രീലതയ്ക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് തിരിക്കണോ വേണ്ടതെന്നുള്ളത് നമ്മളാണ് തിരിക്കുക. അവരുടെ വീടിൻ്റെ മുന്നിലോട്ട് ബോർഡ് എഴുതി വെക്കാൻ പറ, ഒന്ന് തിരിച്ചോളാമെന്ന്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തിരിക്കേണ്ട, നമുക്ക് ഇഷ്ടമല്ല. അതെന്തുവാ, നമ്മളിപ്പം പോയാൽ എന്തുവാ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങ് തിരിക്കാൻ വേണ്ടി ഒരു വീടിൻ്റെ മുന്നേ അങ്ങ് കണ്ടുവച്ചിരിക്കുകയാണോ? ഒന്നും അല്ലല്ലോ. നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് പോകുന്നിടത്തോട്ടാണ് പോകുന്നത്. ഒരു വീട്ടിലോട്ട് പോയാൽ അവിടോട്ട് പോകും, അല്ലെങ്കിൽ അങ്ങനെയാണ്. അല്ലാതെ ഇങ്ങനെ എന്താണ് പകുതി വഴി പോയി തിരിച്ചു വരിക അങ്ങനെയൊന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മളൊരു ചുമ്മാതെ പണ്ട് ഉള്ളൊരു അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയത്, കോന്തൻ കൊല്ലത്ത് പോയതുപോലൊന്നുമല്ല പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ ഒരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രാമ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ഡ്രാമ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് തിരിക്കുക. അപ്പോൾ തിരിക്കുന്നതിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ കയറിപ്പോയി, അവർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇതൊക്കെയാണ് കഥകൾ ഇവന്മാരുടെ. മനസ്സിലായില്ലേ? ഇങ്ങനെ പല പല കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുക. അതൊന്നും നമ്മുടെയൊക്കെ വേണ്ട. ഇവിടെ ഒന്നും അങ്ങനത്തെ കഥകളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇത് സംബന്ധക്കഥ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് ഉണ്ടാക്കുന്നത് നമ്മളുടെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടൊക്കെ ഇതാക്കുക. അതൊന്നുമല്ല. എൻ്റെ പാർട്ട്ണർ ഞാൻ ഇതാക്കിയതാണ്. എപ്പോഴും പറയുന്നത് നമ്മളിവിടെ എഴുതി വെച്ചിട്ട് മുക്കും കുച്ചറാണ്. മുകേഷ് കുമാർ അഡ്വക്കേറ്റ്, രാജസ്ഥാനി നേറ്റീവാണ്, ദില്ലിയിലാണ് ഇപ്പം താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിതെല്ലാം പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? എന്നും ഇങ്ങനെ പാർട്ട്ണറിനെ മാറുന്ന ജോലിയൊന്നും നമുക്കില്ല. എന്തോ കഥയുണ്ടാക്കും ദിവസം ഇതുപോലെ തന്നെയായിരുന്നു 2020 കുറേ കഥകളെല്ലാം ഉണ്ടാക്കി നമ്മുടെ ഗേറ്റേ വന്നിങ്ങനെ കുറേ ആണുങ്ങൾ വന്ന് നിൽക്കുക, കുറേ അവന്മാരിങ്ങനെ വരിക, ഹെൽമെറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഹെൽമെറ്റ് ഊരാതെ ഭയങ്കര ഇതാണ്. എന്നാൽ പിന്നെ അവനെ നമ്മൾ കണ്ട്, എന്നിട്ട് ഞാൻ മാവേലിക്കര നമ്മുടെ കൃഷ്ണസ്വാമി അമ്പലത്തിൽ പോയപ്പോൾ അവൻ അവിടെ വന്ന് നിൽക്കുന്നു. എന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ പറഞ്ഞ് ആൾക്കാരോട്, ഇതുണ്ട് ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കയറി പാത്തു നിന്ന്, നമ്മുടെ വീട്ടിൽ വന്ന് പാത്തു നിന്ന്, ഇവൻ ഇവിടെ ഇങ്ങനെ പാത്തു നിന്ന്. അങ്ങനെയൊക്കെ വലിയ രോഗങ്ങളാണ് ഇവന്മാർക്ക്. അന്നിവിടെ ഈ ഡോറല്ല, ജനലായിരുന്നു. ഇപ്പോഴാണ് ഇവിടോട്ട് ഡോറാക്കിയത്. 2020 കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തന്നെ ഡോറാക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല കഥകൾ ഇങ്ങനെ ഉണ്ടാക്കലാണ് ഇവന്മാരുടെ ജോലികൾ. അതൊന്നും വേണ്ട ഇങ്ങോട്ട് കഥകളൊന്നും.